ജോജോ ജോജോ ഇവിടെ ഉള്ളവര് മൊത്തം ലോട്ടറി ടിക്കറ്റ് ആകുമ്പോ നീ ഇവിടുന്ന് എന്ത് ചെയ്യാ? അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ലോട്ടറി കിട്ടണേന്ന് ഞാൻ കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കണായിരുന്നു. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അയ്യോ, ദൈവത്തിന്റെ പാതി ദൈവം ചെയ്തോളൂ, മോന്റെ പാതി അത് മോൻ ചെയ്യും. മതിയെങ്കിൽ ലോട്ടറി കപ്പ് എവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? പപ്പയുടെ കാര്യം അതുകൊണ്ട് എവിടെ വെച്ചിരിക്കണോ പറയാൻ പറ്റില്ല. ഇത് പുതിയതാണല്ലോ അല്ലേ? ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുന്നേ. ഞാൻ അപ്പുറത്ത് നോക്കട്ടെ കേട്ടോ. അവിടെ മൊത്തം നോക്കണേ. കർത്താവ് ലോട്ടറി കിട്ടണേ. നോക്കിയോ? എന്റെ പൊന്നും അമ്മ, ഒന്നും പറയണ്ട. ആ കൗൺസിലറുടെ വീട്ടിനകത്ത് കയറി അതും ഇതും എല്ലാം വാരി വലിച്ച് പുറത്തിട്ട് ഇതൊക്കെ ഇപ്പൊ തറയിലായിരുന്നു ബുക്കൊക്കെ. ഇവിടെയൊക്കെ നോക്കിയായിരുന്നോ? പിന്നെ അവിടെ നിന്ന് തൂത്തുറക്കി നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ തുണി മൊത്തം പുറത്തായിരുന്നു. ആണോ? ആ, ഇപ്പൊ ഞാൻ മടക്കെടുത്ത് അകത്ത് വെച്ചത്. കഷ്ടം തന്നെ. എവിടെ കൊണ്ട് വെക്കും? ഒരു ശ്രദ്ധയില്ലാതെ ഒരു സാധനം വാങ്ങിച്ച മൊത്തം ബ്രഷ് അത് ഇത് എന്നൊക്കെ പറയട്ടെ. അതൊക്കെ അവിടെ ഒന്നും കൊണ്ട് വെക്കാൻ സാധ്യതയില്ല. പിന്നെ അടിയിലൊക്കെ നോക്കാറുന്നില്ലേ? നോക്കിയായിരുന്നു തോന്നുന്നു. അറിഞ്ഞൂടാ. ഉണ്ടോ അമ്മ? അവിടെ ഒന്നുമില്ല. ഇതല്ലേ ലോട്ടറി? സമ്മർ ബമ്പർ 1 സമ്മാനം 6 കോടി. ഫ്രെഡി, ഫ്രെഡി ലോട്ടറി കിട്ടി, വാ ഓടിവാ. ലോട്ടറി കിട്ടി, ഓടിവാ. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ വന്നത്? അതൊക്കെ അറിയില്ല. ഇതാരും ഇവിടെ കൊണ്ടുവന്ന് ചെയ്യും ലോട്ടറി. ആർക്കറിയാം? കിട്ടിയില്ലേ എന്തായാലും. പക്ഷേ ഇതേ ഇതാര് കടുങ്ക ചെയ്തത്? ഇതാരാ ഒട്ടിച്ചത്? ഈ 6 കോടി രൂപ ഒട്ടിച്ചു വെച്ചെന്നടി. ആദ്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് വരണുണ്ട്. ഈസി ആയിട്ട് വരണുണ്ട്. അതല്ല ടിക്കറ്റിന് വല്ല ഡാമേജ് സംഭവിച്ച 10ന്റെ പൈസ കിട്ടില്ല. പപ്പ ഞാനൊരു ഐഡിയ പറയട്ടെ. അടിയിൽ വെച്ചിട്ട് ആവി വെച്ചിട്ട് ഇങ്ങനെ പുഴുങ്ങണം. മറ്റേ ഉള്ള പ്രതീക്ഷയും പോയി. ഞാൻ അവസാനത്തെ ഞാൻ നോക്കില്ല. പക്ഷെ എന്റെ പൊന്നു ക്യൂട്ടി, അത് കുഞ്ഞിനെ അറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ. കുഞ്ഞ് 6 കോടി കുഞ്ഞ് അത് കുഞ്ഞ് സൂക്ഷിച്ചു വെക്കണമായിരുന്നു. സൂക്ഷിച്ചോ? പപ്പ, നമുക്ക് ഫയർഫോഴ്സിനെ വിളിച്ചല്ല. ഇതവിടെ വീട് നിന്ന് കത്തണ. അതല്ലേ അവരിൽ നീയാണ് മണ്ടത്തരം പറയണത്. 6 കോടി തേച്ചൊട്ടിച്ചിട്ട് നിങ്ങൾ കിടിക്കണ കഴിമറം ഇവിടെ തനിക്ക് തന്റെ കല്യാണം ആവുമല്ലോ. ഇതിന്ന് ഒരു ചില്ലി പൈസ തരുമെന്ന് വിചാരിക്കണം കേട്ടാ. അല്ലേ വേറെ ആരും ഇത് കേടാ എത്തിക്കണം. എത്രയേ ഉള്ളൂ. കട്ടിലൂടെ പോക്ക് ആഫീസിൽ കൊണ്ടുപോവാം. എന്ത് എന്താ ഇത് പോയിക്കൊണ്ട് പോന്നാ? ക്യൂട്ടുമോള് കട്ടിൽ ഒട്ടിച്ചത് കാര്യമായി. ചെവറിലാണ് ഒട്ടിച്ചത് എന്ത് ചെയ്യായിരുന്നു? കൗണ്ടർ അടിക്കാതെ ആലോചിച്ചും വണ്ടി പിടി. എന്ത് ഓഫീസിൽ കൊണ്ട് കൊടുക്കട്ടാ? ആഫീസിൽ കൊണ്ട് കൊടുക്കട്ടാ? കയറിയിരിക്കുന്നു. എന്തൊക്കെ ഒട്ടിച്ച് വച്ചിരുന്നോ? പയ്യെ പയ്യെ. ശരി 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 ശരി. 6 കോടി ചരിഞ്ഞു പറഞ്ഞ കണ്ടാ. ഓ ഓ ഓ ഓ മെല്ലെ 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 മെല്ലെ.
മാം, ഇതാണ് എന്റെ പപ്പ. പപ്പ ഇരിക്കും. മോനെ മോനെ ഇപ്പൊ ഇരിക്കാൻ. സാറിന്റെ പേര് ഫ്രെഡി എന്നല്ലേ? അല്ല ഫ്രെഡി കറക്റ്റ് ഫ്രെഡി. സാർ ഞാൻ വന്ന കാര്യം ഡയറക്റ്റ് ആയിട്ട് പറയാം, ഒന്നും തോന്നരുത്. ഇല്ല എനിക്ക് അങ്ങനൊന്നും തോന്നാറില്ല. കാര്യം എന്നെ ഇവിടെ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നു, അതൊന്നും കുഴപ്പമില്ല, പറഞ്ഞോളൂ. സർ ആക്ച്വലി ജോ ഇസ് വെരി ബാഡ് ഇൻ സ്റ്റഡീസ് സർ. സർ സർ അതായത് ജോ പഠിക്കാൻ വളരെ മോശമാണ്. റിയലി? കഴിഞ്ഞ എക്സാമിന് 4 സബ്ജക്റ്റിനാണ് തോറ്റത്. ഒറ്റ എക്സാം മര്യാദക്ക് എഴുതിയിട്ടില്ല. ആണോ? പക്ഷെ ഇവിടെ പഠിക്കാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ഒറ്റ പരീക്ഷ മര്യാദക്ക് എഴുതിയിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ നല്ല പേരാണല്ലോ വാങ്ങിച്ചു തന്നെ. 10-15 പേരെ വാങ്ങിച്ചു തന്നില്ലേ? എല്ലാം നല്ല തെളിയുന്ന പേരാ വാങ്ങിച്ചു കൊടുത്തത്. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ പോയാ ഇവൻ ആനുവൽ എക്സാമിന് തോക്കും. ആ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കേണ്ടി വരും. അതിപ്പോ കുഴപ്പമില്ല ടീച്ചറെ. ഒരു ക്ലാസ്സിൽ ഒരു പ്രാവശ്യം കൂടി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം തറവാകുമല്ലോ. അങ്ങനെ തറവായി പഠിച്ചു വരട്ടെ, അല്ലേ? അതല്ലേ നല്ലത്. സാറിന് അവന്റെ GK-നെ കുറിച്ച് വല്ലതും അറിയാമോ? അവന് GK ഇല്ല എന്ന് തന്നെ പറയാം. അയ്യോ സത്യമായിട്ടും ടീച്ചറെ, GK-യുടെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. സത്യം, എത്ര പൈസ ആണെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. കണ്ടില്ലേ ഈ വീട്, കണ്ടില്ലേ ഇപ്പൊ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എന്റെയാണ്. എന്റെ ആവശ്യം പോലെ പൈസ ഉണ്ട്. പക്ഷെ പറയാതെ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഇപ്പൊ ഉറപ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അവൻ GK ഉറപ്പായിട്ട് കൊണ്ടുവന്നിരിക്കും, വാങ്ങിച്ചോണ്ട് വന്നിരിക്കും, എത്ര പൈസ ആയിരുന്നാലും. കേട്ടോ മോനെ, അടുത്ത ക്ലാസ്സിൽ പോകുമ്പോ GK വാങ്ങിച്ചോണ്ട് പോകണം കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്. അവൻ ടോട്ടൽ പഠിത്തത്തിൽ മോശമാണെന്നാണ് പറഞ്ഞത്. അവൻ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിച്ചോ? കാണിച്ചു. എന്നാ കാണിച്ചു. ആ സാറിന് ഒരു കാര്യം ചെയ്യാമോ? ചെയ്യാം. അവന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് സൈൻ ചെയ്ത് നാളെ സ്കൂളിൽ കൊടുത്തുവിടോ? കൊടുത്തുവിടാലോ. ശരി. മമ്മ വന്ന ഒന്ന് പറയണം കേട്ടോ, ഞാൻ വന്നിരുന്നു. ഓക്കെ മാം. മാം, മാമിന് കുടിക്കാൻ ചായ, കൂൾ ഡ്രിങ്ക്സ്? അയ്യോ മറന്നുപോയി. മാമിന് ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, നൂഡിൽസ് എന്തെങ്കിലും വേണോ കഴിക്കാനായിട്ട്? അല്ലെങ്കിൽ കരിക്കെടുക്കാം, എന്താ വേണ്ട? പപ്പ ഇരിക്കും, പപ്പയാണ്. ഒന്നും വേണ്ട. നാളെ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് അവന്റെ കയ്യിൽ കൊടുത്തു വിടണം, സൈൻ ചെയ്ത്. ആയിക്കോട്ടെ ഉറപ്പായി. ശരി ജോ. ഓക്കെ മാം. മമ്മേനോടൊന്ന് പറയണേ. ഓക്കെ മാം. ശരി. എന്താണ് കാണിച്ചു വെച്ചേക്കണേ? മൊത്തം കുളവാക്കിയില്ലേ? എത്ര തവണ ഞാൻ പറഞ്ഞു തന്നു നേരെ സംസാരിക്കണം. എന്തോന്നാ പറഞ്ഞു വെച്ചത്? മോൻ പറഞ്ഞ പോലല്ല അവർ സംസാരിച്ചത്. അവര് വേറെന്തൊക്കെ ചോദിച്ചത്. അവര് വേറെന്തൊക്കെ ചോദിച്ചാലും ഞാൻ പറഞ്ഞോലെങ്കിലും മിനിമം പറഞ്ഞുകൂടായിരുന്നു. അതെങ്ങനെ ശരിയാവും? ഇതൊരു മാതിരി ഞാൻ ഒന്നും പറയണില്ല, പോടും. പപ്പയുടെ ഉള്ള വല്ല കൂടെ കളഞ്ഞ്. എല്ലാം കറക്റ്റ്. പാന്റ്, ഷൂ ഞാൻ ഇടിച്ചാ വീടിന്റെ താരിൽ ഷൂ ഇട്ടോണ്ട് വരൂ. ഒരു ഗമ്മ വേണ്ടേ? ഗാമയ്ക്ക് ഷൂ ആണോ ഡഗ്ലസ് അങ്കിൾ ഇടുന്നത്? അല്ല മക്കളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ GK എന്ന് പറഞ്ഞ എന്തുവാ? പണ്ടൊരു നടനില്ലായിരുന്നോ, GK പിള്ള? അതാണ് GK. അദ്ദേഹത്തിനോടാ ചോദിച്ചേ? അയ്യേ, ഒന്ന് പറഞ്ഞു തരണ്ടേ എനിക്ക്? എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അറിയാം. ഞാൻ അങ്ങ് പഠിച്ച് കയറൂലായിരുന്നാ? നിങ്ങളെ എന്റെ കൺമുമ്പിന്ന് പോ. ഓ കൊള്ളാം. കാര്യം കഴിഞ്ഞപ്പം നമ്മള് വേണ്ട, അല്ലെങ്കിൽ അങ്കിളേന്ന് വിളിച്ചിട്ട് ബാക്ക് ചെയ്ത് നടക്കും അല്ലേ? കൊള്ളാം മോനെ, കൊള്ളാം. ഡഗ്ലസ് അങ്കിളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്ത്? ഇപ്പൊ ഇവിടെ നടന്ന കാര്യം ഞാനും അങ്കിളും അല്ലാതെ വേറെ ഒരാൾ അറിഞ്ഞ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങി ചാവും. എന്നിട്ട് ആ ഡഗ്ലസ് അങ്കിളുടെ പേര് ഇങ്ങനെ എഴുതി വെക്കും. അങ്ങനെ ചെയ്യൂ. സേവരങ്ങളിന് വിളിക്കാം അല്ലേ? അയാള് മഹാക്കള്ളനാണ്. അയാളും കള്ളൻ, അയാളെ പണിക്കാരും കള്ളന്മാരാണ്. അയാള് പണിത് എടുത്താണ് കാറിന് നടുപിടിച്ച് നടക്കുന്നത്. സേവരങ്ങൾ പണിതുകൊണ്ടാണ് കാർ ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. അത് പറയാൻ നിൽക്കണ്ട. എന്നാലും അയാൾ വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. ഇപ്പൊ വേറെ ആരെ നോക്കാനാ? അതാണ് ഞാനും ചിന്തിക്കണം. നല്ല മെക്കാനിക്കിനെ ഞാൻ ഇടയ്ക്ക് ഫോട്ടോ വിട്ടിട്ടേ കുന്നുംപുറത്ത് പോയി. കുന്നുംപുറത്ത് പോയപ്പോ ഒരസല് മെക്കാനിക്കിനെ കണ്ട്. അവന്റെ പണി കണ്ട് ഞാൻ അന്താൻ വിട്ട് നോക്കി ചെയ്തിട്ടുണ്ട്.
അതെന്താ? സതീശേ, പേര് സതീശേ. അവനെ കൊണ്ടുവന്ന് കാണാൻ കൊതിയ. കാണാൻ കൊതിയോ? അവന്റെ പണി കണ്ടാൽ തന്നെ നമ്മൾ കൊതിച്ചു നിന്നു. പണി കാണുമ്പോ കൊതി വരും. പിന്നെ അല്ലാതെ എടി രാജാവിന്റെ പട്ടും വളയും വാങ്ങിച്ച പാരമ്പര്യമാണ് അവന്. കാറ് പണിതതിന് പട്ടും വെള്ളയും കിട്ടും. അച്ഛൻ അപ്പന്മാര് വരെ ഇതാണെന്നേ. അവന്റെ കയ്യിൽ നിന്ന് സ്പാനറാണ് ഇപ്പോൾ അവന്റെ കയ്യിൽ ഇരിക്കുന്നത്. നല്ല വിളക്കുള്ള സ്പാനറാണ്. അവനെ കൊണ്ട് നമ്മളെ കാറ് പണിയിപ്പിക്കണം. എനിക്കൊരു വാശിയാണ്. അത്ര നല്ലതാണെങ്കിൽ വിളിക്കേ. അങ്ങനെ വരുന്നില്ല. അല്ല വിളിക്കാം. ഡിമാൻഡ് കാണിച്ചാൽ നമ്മള് വിളിക്കണം. കാരണം നമ്മളെ കാർ അവനാണ്. എന്താ കംപ്ലൈന്റ്? ആർക്കറിയാം. അല്ല സത്യത്തിൽ എന്താ എന്റെ കംപ്ലൈന്റ്? അതന്നെ, അതിനു വേണ്ടിട്ടാണല്ലോ ചേട്ടനോട് വന്നത്. എന്താ കംപ്ലൈന്റ്? പറഞ്ഞ പോലെ അതിനു വേണ്ടിട്ടാണല്ലോ ഞാനിവിടെ വന്നത്. ഈ ഉണ്ണിയപ്പന്റെ മക്കളല്ലേ? അല്ല ഇവിടുത്തെ സാറിന്റെ മക്കളല്ലേ? അതെ അതെ. എന്നാ മോന്റെ പേര്? ജോ. മോന്റെ? ജോജോ. ഓ ഡബിൾ ആണല്ലേ. മോളുടെ? ജാനി. മോളുടെ പേരെന്താ? ക്യൂട്ടി. കൊള്ളാം. ഇനി ഒരാളും കൂടെ കാണണമല്ലോ. ചേട്ടൻ എല്ലാ കാര്യം അറിയണോ അല്ലേ? ഈ കാറ് നന്നാക്കാൻ വരുന്ന ആളെന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? പറഞ്ഞ പോലെ കാറ് നന്നാക്കാൻ വന്ന ആളെന്തിനാണല്ലേ ഇതൊക്കെ തിരക്കണത്? ചേട്ടാ, ചേട്ടൻ ഈ രാജാവിന്റെ പട്ടും വളയും കിട്ടിയെന്നൊക്കെ പറഞ്ഞ ശരിയാണോ? ആര് പറഞ്ഞു? പപ്പ പറഞ്ഞു. കിട്ടിയെന്നാ കിട്ടിയില്ലെന്നാ? കിട്ടിയെന്ന്. അപ്പൊ കിട്ടിക്കാണും. കിട്ടിയല്ലോ. അച്ഛൻ എന്താ എന്നിട്ട്? അല്ല പപ്പ നിങ്ങൾ എന്താ വിളിക്കണ? അതെന്തേ? തുടങ്ങാം. പണി തുടങ്ങാം. സതീഷ, ഇതെന്റെ മക്കള്, ഇത് സതീശ. ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. ആണോ? ഒരാളിവിടെ ഉണ്ട്, ട്യൂഷനുമായിരിക്കാം. ആണോ? അപ്പൊ പരിചയപ്പെട്ടല്ലോ, സന്തോഷം. ഓക്കോ ഓ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ആവശ്യമില്ലാത്ത കണ്ട് പഠിക്കാടാ. ആവശ്യമില്ലാത്തത് അല്ല, ഇത് നിങ്ങളെ പണിയല്ലല്ലോ. ഇത് സതീശൻ ചെയ്തോളും. നിങ്ങൾ ചെല്ലേ. എടുത്തിട്ട് പോ. കരിക്കുന്നുണ്ടല്ലേ? പപ്പായി വൈകുന്നേരം ആകുമ്പോഴേക്കൊന്ന് പെട്ടെന്ന് ശരിയാക്കണം പറയണേ. ഇല്ലെങ്കിൽ മമ്മ കലിപ്പാവും. സതീശ പെട്ടെന്ന് ശരിയാക്കണേ. പിന്നെ പെട്ടെന്ന് ശരിയാക്കും. സാധനം എടുക്കട്ടെ. ഇത് വെച്ചോ. ഇതിങ്ങനെ പിടിച്ചോ. ഇത് പിടിച്ചോ. എന്നിട്ട് പറ. എന്നിട്ടെന്താകാനാ? ദേഷ്യം വന്നിട്ട് പ്രഭാകരൻ സുലോചനയുടെ ആടിനെ എടുത്തിട്ടങ്ങ് പോയി. എനിക്ക് ചെറ്റ പ്രഭാകരനെ പണ്ട് പോലെ ഇഷ്ടമല്ല. അവനൊരു നോട്ട് കൊണ്ട് നാട് പറഞ്ഞു. അയ്യോ, അല്ലാതെ സുലോചന പ്രഭാകരൻ കെട്ടിക്കൊണ്ടൊന്നുമല്ല. ഇത് അവര് തമ്മിൽ ചേരില്ല. നിന്റെ കാര്യമൊക്കെ അവന്റെ ഒരു നാണം കണ്ടില്ലേ? നീ അവളെ കാണാറുണ്ടോ? ഞാനും കാണാറൊന്നുമില്ല. പലപ്പോഴും കാണണ്ടാടാ. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഉണ്ട്. ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അതൊക്കെ ക്ഷീണിച്ച് കോലം കിട്ടും. 3-4 പെറ്റില്ലേ? നിങ്ങൾക്കൊക്കെ 5ാം ക്ലാസ്സിലെ കാര്യമൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കല്ലോടാ. ഒരുമിച്ചുള്ള സ്കൂളിലൊക്കെ പഴയ കാര്യങ്ങൾ ഓർക്കാൻ രസം. മുടിയൊക്കെ പിന്നെ കൊഴുന്നൊക്കെ വെച്ച് അല്ലേ? കൊച്ചുപാവടെ ഇട്ട് പള്ളിക്കുടുത്തി പോണ പ്രായമൊക്കെ നീ ഇപ്പോഴും ആലോചിച്ചു നടക്കണല്ലോടാ. എടാ നീ ഒന്ന് വാടാ. ഒരു ദിവസം നീ വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് വരണമെന്നുണ്ടടാ. ഞാനേ ഈ ട്രൗസറിനകത്ത് കിടന്ന് ചാവൂടാ. ഇവിടുന്ന് മാറി നിൽക്ക്. കാറ് നോക്കട്ടെ. ശരിയായോ കാറ്? ഇതെന്ത് ഇവിടെ തിരിക്കണത്? മൊത്തം പണി ഇപ്പൊ ഏകദേശം കഴിഞ്ഞു. ഇതിപ്പോ ഗ്രില്ലിപ്പോ അങ്ങോട്ട് സെറ്റ് ചെയ്തേ ഉള്ളൂ. അതിന് ഇത് ഇവിടെ ഇട്ട് തിരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ആ ഡാമേജ്. ഇവിടുത്തെ ഡാമേജ് കറക്റ്റാ പിടിക്കുന്നത്. സീറ്റിംഗ് ഇയാൾക്ക് വല്ലതും അറിയാമോ? എന്താ എന്റെ സതീശനം മെക്കാനിക്കൽ വിളിച്ച് കളിയാക്കുന്നത് കേട്ടോ. അതിന്റെ പ്രൊഫഷണൽ അത് തിരിച്ചു വെച്ചാൽ അത് വെച്ചതാണ്. ഇതിപ്പോ 1 മണിക്കൂറുള്ളിൽ ശരിയായി കിട്ടും. 1 മണിക്കൂർ ശരിയാവും. ഞാൻ മര്യാദക്ക് പറഞ്ഞതാ സേവരംഗങ്ങളെ വിളിക്കാൻ. എന്ത് പട്ടുമ്പോളയും കിട്ടിയെന്നാ പറയുന്നത്? എനിക്കത് 1 മണിക്കൂർ ശരിയായി. കിട്ടിയില്ലെങ്കിൽ അയാളെ പറഞ്ഞു വിട്ടേ. ക്യാഷ് എടുത്ത് വെക്കൂ, കൊടുക്ക. 1 മണിക്കൂർ അവിടെ എന്ത് കാണിക്കാം? കുറെ നേരം അവിടെ തന്നെ ബാക്കി സാധനങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് കീറി കളയണം. നീ വന്ന് എല്ലാരും ചോദിക്കണ്ടേ പട്ടുമ്പളെ സംഭവം? ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ ഞാൻ പറഞ്ഞു. എന്നെ കുറിച്ചുള്ള അപഖ്യാതിയാണ് ഈ പട്ടുമ്പളെ. ഇവിടെ ഹലോ. കഴിഞ്ഞോ? എന്ത് കഴിഞ്ഞാന്ന്? വണ്ടി റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പള്ളി പോകണ്ട, ലേറ്റ് ആയി. 10 മിനിറ്റ് ഇവിടെ പണി. എന്ത് കാണിക്കണം?
മമ്മാ എന്ത് കാർ റെഡി ആയിട്ടില്ല ഇതുവരെ റെഡിയായില്ലേ ഇല്ലെന്ന്. ഫ്രെഡി കാർ ശരിയായോ? 10 മിനിറ്റ്. ഇല്ല ഇനി പറ്റില്ല. ഇത് കൊറേ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ. മെക്കാനിക് ഇവിടെ പണി അറിയുവോ? ഫ്രെഡി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സേവരങ്ങളെ വിളിക്കാന്ന്. സേവരങ്ങളെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞിട്ട് ഫ്രെഡി കേട്ടില്ലല്ലോ. 10 മിനിറ്റ്. അമ്മ ഇതിനി നടക്കില്ല. നമുക്ക് ടാക്സി വിളിച്ചു പോവാ. അതന്നെ നല്ലത്. ഫ്രെഡി ഞങ്ങള് പോവാ. ഫ്രെഡിക്ക് പറ്റുമെങ്കിൽ വാ. ഞങ്ങൾ എന്തായാലും വരുമ്പോ രാത്രിയാവും. ഇവിടെ തനിക്ക് പണി വല്ലതും അറിയാമോടോ? ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോ. ഇൻസൾട്ട് ചെയ്ത് കേട്ടാ. വലിയ മെക്കാനിക്ക് തന്നെ രാവിലെ പോലും പണി ഇതുവരെ തീർന്നിട്ടില്ല. പോക്കണ്ട. ഒരു ജാതകമുള്ള ആളുണ്ടല്ലോ. നമുക്ക് അകത്തിന് സംസാരിക്കാം. വേണ്ട, അവര് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് അവര് 10-12 മണി കഴിയുന്നേ. നമുക്ക് അകത്തിന് സംസാരിക്കാം. 11 മണിക്ക് എനിക്ക് എന്റെ വീട്ടിൽ ചെല്ലണ്ടേ? നിനക്ക് ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയാ പോരെ. ഞാൻ ഈ കാർ കൊണ്ടാക്കും. ഈ കാർ കേരള പ്ലക്ക് ഊരി മാറ്റിയിട്ടല്ലേ. അതെ, എന്നാലും മദ്യപിച്ചുകൊണ്ട് നമ്മളത് ശരിയാവില്ല. എടാ എനിക്കൊന്നും അറിയണ്ട. എനിക്ക് നിന്നെ കാണാൻ നിന്റെ അടുത്ത് സംസാരിക്കണം. എവിടെ പോയി കിടക്കണമേ? വിളിച്ചായിട്ട് എടുക്കൂല. റിങ് ചെയ്യാനുണ്ട്, പക്ഷെ എടുക്കൂല. എന്ത് ചെയ്യ? ജൂലേ 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 വരട്ടെ. ജൂലി നീയാടാ ജൂലി? ഞാൻ ഡെക്ലസ്. ഞാൻ ജൂലി എന്നല്ലേ വിളിച്ചത്? എനിക്ക് മുതലാളി എന്നെ വിളിക്കും പോലെ തോന്നി. നിന്നെ വിളിക്കാൻ പോലെ? ഞാൻ എന്താണ് വിളിച്ചത്? എടാ ജൂലിയും ഡഗ്ലസ് തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലടാ. നമ്പർ അടിക്കല്ലേ? വിളിയടാ ജൂലിമാ. ജൂലി ഫ്രെഡി എന്താ 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 എല്ലാം കൂടെ എന്തോന്നത്? തിരക്കാനെ കാണാനില്ലെന്ന് ഉണ്ടല്ലോ ഇവിടെ. ഞാൻ വല്ലതും വിളിച്ച് പറയും. ഞാൻ ഗ്രേസിയുടെ പോയൊരു എന്റെ മൂത്ത മോയി കാണാനില്ല. അത് ഓഡീഷന് പോയല്ലേ? ഓഡീഷൻ അവള് നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ മുങ്ങി. ഫ്രെഡി പിന്നെ എന്തോ രാവിലെ ഏതോ പത്രം വായിച്ച നമ്പർ അപ്പൊ തുടങ്ങിയതാ. നിർത്തിക്കൂടെ? ഞാൻ പപ്പ എനിക്ക് ടെൻഷൻ അടിക്കണം. വെറുതെ ടെൻഷൻ അടിക്കണോ? വെറുതെ ടെൻഷൻ അടിക്കും ആരെങ്കിലും? വരുന്നു ഇത്ര ഉള്ള കാര്യം. പറഞ്ഞു മുങ്ങിയില്ല. ഓഡീഷന് വേണ്ടി എന്താടാ? അതാ നിപ്പ് കണ്ടാ മനസ്സിലാവില്ലേ? ഇത്തവണയും പോയി തോറ്റിട്ട് വന്നേക്കുക. ജോജോ ഞാൻ എത്ര തവണ പറഞ്ഞു, ജോജോയെ കൊണ്ട് പറ്റുന്ന പണിയല്ല. അല്ലെങ്കിൽ ഈ ടാലന്റ് ഇല്ലാത്തവരെ രോഗം അംഗീകരിക്കാൻ പോണില്ല. മോനെ നിർത്ത്. നീ വെറുതെ ആൾക്കാരെ വെറുപ്പ് സമ്പാദിക്കാതെ. നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. എന്തെങ്കിലും ബിസിനസ് അല്ലേ? ബിസിനസ് വേണ്ട. നീ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കും. വെറുതെ ഈ പണി നിനക്ക് പറ്റൂല. നീ വിട്. പറഞ്ഞാള് നിർത്ത് പ്ലീസ് നിർത്ത്. മോനേടാ വേണ്ടടാ, ഇനി പോവണ്ട. നീ വെറുതെ സമയം കളയാതെ മോനി എന്തെങ്കിലും ഒരു ജോലി നോക്ക്. എന്നിട്ട് ജോലിക്ക് പോ. അങ്ങനെ പറയരുത് അമ്മ. ജോജോയ്ക്ക് കുറച്ച് സമയം കൂടെ കൊടുക്ക്. ഒരു 10, 12, 13, 14, 15, 16 വർഷം കഴിയുമ്പോ പച്ച പിടിക്കുമായിരിക്കും. മമ്മ ഉറപ്പായിട്ടും മാക്സിമം 20 വർഷം. അതിനു മുമ്പ് റെഡിയാവുമായിരിക്കും. എന്ത് ചോദിച്ചോ മോൻ? മോ ഉറങ്ങിയില്ലേ? സോറി സോറി എന്തിനി? നേരത്തെ ഞാൻ അവിടുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. മൊത്തം എല്ലാരും എന്നെ കളിയാക്കാം. ഓഡിഷനും വീട്ടിലും നാട്ടുകാർക്ക് മൊത്തം കളിയാക്കില്ല.
അതൊന്നും കുഴപ്പമില്ല മോനെ. ഞാൻ അപ്പോഴേ അങ്ങ് വിട്ടു ഞാൻ അതൊക്കെ. അല്ല എനിക്കറിയാം അങ്കിൾക്ക് വിഷമം എന്നറിയാം. സോറി. ഇല്ല മോനെ, ഞാൻ അത് മറന്നു. അതൊന്നും കുഴപ്പമില്ലടാ, കരയാതെ. അല്ല ഞാന് ആ സമയത്ത് അങ്ങനെ വന്നത്. അല്ലാണ്ട് അങ്കിൾക്ക് അറിയാറ് ഞാൻ അങ്ങനെ മനസ്സിൽ ഒരിക്കലും പറയുന്നത്. ഇല്ല മോനെ, അങ്കിൾ വിഷമമൊന്നും ഇല്ല. ഞാൻ തെറ്റങ്കിള് ചെയ്ത് എന്നോട് മാപ്പ്. അങ്ങനെയൊന്നും പറയല്ല മോനെ. അല്ല എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം. അതുകൊണ്ട് പോട്ട് പോട്ട്. അങ്ങോട്ട് നോക്ക്. ദേ വാ. വാന്ന്. കുഴപ്പമില്ല പോട്ട് പോട്ട്.